ഹലോ ഗൈസ്, ഞാനിതാ ഇപ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. ഓക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഞാൻ നടക്കുന്നു, ഈ റോഡ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനത് കൂട്ടുകാരെ, നല്ല ഭംഗി. നമുക്ക് കുറച്ച് ദൂരത്തേക്ക് ഞാൻ നോക്കുന്നത് ഈ റോഡ് പോകുന്നത് കാപ്പിസെറ്റ് വഴി പാറക്കടവ്, നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ പഴശ്ശിരാജാവ് എന്താ പറയുക, ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ആ ഒരു സ്ഥലം, മാവിലാന്തോടിൻ്റെ കര, മാവിലാന്തോടിൻ്റെ ആ ഭാഗത്തേക്കാണ് ഈ റോഡ് പോകുന്നത് കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടെയാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കാണാനൊക്കെ. എന്താ ഇവിടെയൊക്കെ നല്ല അടിപൊളി വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ചാടൊക്കെ നോക്കാൻ നല്ല വീടുകളൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. എനിക്കിഷ്ടപ്പെട്ട ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ ആ കാലം തൊട്ടിട്ട് ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ 6ാം ക്ലാസ് മുതൽ എൻ്റെ വിദ്യാഭ്യാസമൊക്കെ കംപ്ലീറ്റ് ആകുന്നതൊക്കെ ഇവിടെ ഈ റൂട്ടിലൂടെയാണ്. ഇവിടെ നിന്നാണ് എൻ്റെ എന്താ പറയുക, നമ്മൾ പഠിക്കാൻ പോയതും വന്നതൊക്കെ ഇവിടെ നിന്നാണ്. ഇപ്പോഴും ഞാൻ ജോലിയൊക്കെ ആയിട്ടും ഞാനിപ്പോഴും ഇവിടെ തന്നെയാണുള്ളത്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ വീട്ടിലേക്ക് മാറുകയെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാട്ടോ, നീതു എന്ന് പറയും, ആ ഫ്രണ്ടിൻ്റെ വീടാണ്. പിന്നെ അങ്ങനെ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അവിടെ നമ്മുടെ ഈ നാട്ടിൽ തന്നെ അറിയപ്പെടുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വീടാണ്. മരിച്ചുപോയി അദ്ദേഹം, PK മാധവൻ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ വീടാണിത്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. ഓക്കെ, അവർ ഇങ്ങനെയാണ്. അപ്പം ഇതിലൂടെ പോകുന്ന പഠിക്കാൻ പോകുന്ന സമയത്തെല്ലാം എല്ലാവരോടും സംസാരിച്ചുകൊണ്ടാണ് പോകാം. ഓക്കെ, ഇത് എനിക്ക് ട്യൂഷൻ എടുത്തൊരു മാഷിൻ്റെ വീടാണ്, ആ കാണുന്ന വീട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് സാർ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതിവിടെ എടുത്ത് പോകാം കേട്ടോ. കാണുന്നുണ്ട് പോലെ സാർ അവിടെ ഇരിക്കുന്നതുകൊണ്ടാട്ടോ ഞാൻ മിണ്ടാതിരുന്നത്. മോശമല്ലേ, ഒറ്റയ്ക്ക് ഇവളെന്താ സംസാരിച്ചുകൊണ്ട് വരുന്നതെന്ന് തോന്നൂലേ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് പിന്നെ നല്ലൊരു അയൽവക്കക്കാരാട്ടോ ഇവർ. ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലൊക്കെ പോകാനുള്ള റോഡ് വെട്ടാനുള്ള സ്ഥലമൊക്കെ തന്നത് അവരാണ് കേട്ടോ. നല്ലൊരു സ്വഭാവമുള്ള ആൾക്കാരാണ്, നല്ല എന്താ പറയുക, മനുഷ്യത്വമുള്ള ആളുകളാണ് കേട്ടോ അവർ. എപ്പോഴും നമുക്ക് എന്ത് സഹായത്തിന്, അവരുടെ എന്ത് സഹായം നമ്മൾ ചോദിച്ചാലും നമുക്കെല്ലാം ചെയ്തു തരുന്ന ആൾക്കാരാണ് കേട്ടോ. നല്ല അയൽവാസികളെന്ന് പറഞ്ഞേ. ഇതാട്ടോ ഞാൻ പോകുന്ന റോഡ്. ഞാൻ പറഞ്ഞത് ഈ റോഡാണ്. ഈ റോഡിൻ്റെ നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ നമ്മളെടുത്തുള്ളൂ, ബാക്കി അവരുടെ സ്ഥലത്തും നമുക്ക് വെട്ടി തന്നെ കേട്ടോ. ഒരു നടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും ദൂരം ഒരു ഓട്ടോ കയറി വരാനുള്ളൊരു വഴിയൊക്കെ സംവിധാനിച്ചത് അവരുടെ ഒരു സഹായം കേട്ടോ. അപ്പം ഇത്രയാണ് കൂട്ടുകാരെ ഇന്ന് എൻ്റെ വീഡിയോ. കുറച്ച് ലേറ്റ് അയച്ച് ഇരുട്ടൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ ബൈ.